സ്റ്റർമി സ്റ്റാറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി. നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ. ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിൽ വെജിറ്റബിൾ ഗാർഡനായിട്ടും ഫ്ലവറിങ് ഗാർഡനായിട്ടും കാണുമായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് നാട്ടിലെ പോലെ അത്ര ഈസി അല്ല സ്കോട്ട്ലൻഡിൽ വെജിറ്റബിൾസ് നടാന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ സ്കോട്ട്ലൻഡിൽ വെതറാണ്. ഇവിടുത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3-4 മാസം സ്കോട്ട്ലൻഡിൽ സമ്മർ കിട്ടത്തുള്ളൂ. അത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 4 മാസം ആയിരിക്കാം നമുക്ക് സമ്മർ കിട്ടുന്നത്. ആ മാസങ്ങളിലാണെങ്കിലോ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21-22 സമ്മറിൽ കിട്ടുന്ന മാക്സിമം ടെമ്പറേച്ചർ. 23-24 കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാഗ്യമാണ്. അത് വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലാൻഡിൻ്റെ അവൈലബിലിറ്റി. ഇവിടുത്തെ മിക്ക വീടുകളിലും കൊച്ചു ഗാർഡനെ കാണുള്ളൂ. അതിനകത്ത് ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്സിന് പ്ലേ ഏരിയ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെടികൾ നടും. പിന്നെയും ആ കുഞ്ഞു പോർഷനിൽ നന്നായിട്ട് വെജിറ്റബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എന്നാലും കുറച്ചും കൂടെ വൈഡായിട്ട് നമുക്ക് വെജിറ്റബിൾസ് നടണം, നമ്മുടെ ഗാർഡൻ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് ഗാർഡനിങ് കുറച്ച് ഹോബി ആയിട്ട് കൊണ്ട് നടക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ സ്കോട്ടിഷ് ഗവൺമെൻറ് ഒരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ ഈ വ്ളോഗ്. ഈ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാവേ, ഇതൊരു വലിയ ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ ഫാമിംഗ് ഒരു ഹോബിയും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചെറിയ പ്ലോട്ടുകളിൽ എങ്ങനെ കൃഷി ചെയ്യാം, സ്ഥലം കുറവുള്ളവർക്ക് എങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് ഹെൽപ്പ് കിട്ടാം എന്നതിനെ പറ്റിയൊക്കെ പറയുന്നൊരു വ്ളോഗാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. പ്രകൃതിയെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരല്ലേ ഉള്ളത്? അപ്പോൾ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ തന്നെ എന്തെങ്കിലും നട്ടു വളർത്തിയെടുത്താലോ? ആ സുഖം ശരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. ഫ്ലാറ്റുകളിൽ സ്റ്റേ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീടുകളിൽ കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ UK ഗവൺമെൻറ്റിൻ്റെ ഈ ഗാർഡൻ അലോട്ട്മെൻറ്റ് ഏരിയ സ്കീം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ പലരും വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ ഗാർഡനിങ് ചെയ്യുന്നവരായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിതൊരു പുതിയ അറിവായതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾക്കും എൻ്റെ കൂടെ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ, അവരായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറികളോ ഫ്രൂട്ട്സോ ഫ്ലവറിങ് പ്ലാന്റ്സോ അങ്ങനെയൊക്കെ നട്ടു വളർത്തണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ലോക്കൽ കൗൺസിലിൽ നിന്ന് കുറച്ച് പൈസയ്ക്ക് നമുക്ക് റെൻറ്റിന് സ്ഥലം എടുക്കാൻ പറ്റും. ചുരുക്കി പറയാൻ നാട്ടിൽ നമ്മൾ സ്ഥലം പാട്ടത്തിന് എടുക്കാമെന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ സംഭവം. പക്ഷേ ഇവിടെ അത് ഗവൺമെൻറ് സ്കീം വഴിയേ കിട്ടുന്നതെന്ന് മാത്രം. നാട്ടിൽ അങ്ങനെ ഗവൺമെൻറ് അങ്ങനത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ലേ. അലോട്ട്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് മൊത്തത്തിൽ 1-2 ഏക്കർ സ്ഥലം കാണും. അതിപ്പോൾ ഓരോ ഏരിയയിലും ഡിപ്പെൻസ് ആണേ. ചിലയിടത്ത് മൊത്തത്തിൽ 1 ഏക്കർ ആയിരിക്കും, ചിലയിടത്ത് 2 ഏക്കർ ആയിരിക്കും. അതിങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് അവരിങ്ങനെ തിരിച്ചേക്കുക. ഏറ്റവും ചെറിയ മൈക്രോ പ്ലോട്ട് തുടങ്ങിയിട്ട് പിന്നെ വലിയ പ്ലോട്ടുകൾ വരെ ഉണ്ടാവും. മാക്സിമം വലിയ പ്ലോട്ടിൻ്റെ പറഞ്ഞു കേട്ടത് 4 സെൻറ്റ് വരെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് മിക്കവാറും ചെറിയ പ്ലോട്ടായിരിക്കും കിട്ടുക. പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്യുമല്ലേ, അപ്പോൾ പിന്നീട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ പ്ലോട്ടുകൾക്ക് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ കേട്ടെടുത്തോളം അത്ര ഈസി ആയിട്ട് നമുക്കിത് കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റാണെന്നാണ് കേട്ടെ. ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ഭാഗ്യമുണ്ടെങ്കിൽ ഈ വർഷം തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം കിട്ടും. UK നിങ്ങളുടെ ആ ഏരിയയിലുള്ള ലോക്കൽ കൗൺസിലിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ മതിയേ. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം ഓരോ ഏരിയ അനുസരിച്ചിട്ടായിരിക്കും പൈസയുടെയും കാര്യങ്ങളുടെയൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ ചില ഏരിയയിൽ നമുക്ക് ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്ലോട്ട് കിട്ടാന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിരിക്കും, ചിലയിടത്ത് ഭയങ്കര ഡിമാൻഡായിരിക്കും, അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ റെൻറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ അബഡീനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഇവിടത്തെയൊക്കെ ചെറിയ പ്ലോട്ടുകൾക്ക് ഏറ്റവും ചെറിയ പ്ലോട്ടിന് ഒരു വർഷത്തേക്ക് 13 പൗണ്ട് മുതൽ ബിഗ് പ്ലോട്ടിന് 85 പൗണ്ട് വരെയാണെന്നാണ് പറയുന്നത്. അതൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് പകുതി പൈസ കൊടുത്താൽ മതി. 13 പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു 1200 രൂപ, ഏകദേശം 1200 രൂപ തുടങ്ങിയിട്ട് മാക്സിമം 4 സെൻറ്റ് സ്ഥലത്തിന് നമുക്കൊരു 8000 രൂപ വരെ എന്നാണ് പറയുന്നത്.
ഇവിടെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പല രാജ്യത്തു നിന്നുള്ളവരെല്ലാവരും വന്ന് യുണൈറ്റ് ചെയ്ത് അവരുടേതായ ഒരു ലോകത്ത് അവർ കുഞ്ഞു കുഞ്ഞൊരു സ്വർഗ്ഗം ഉണ്ടാക്കിയെടുക്കാന്ന് പറയത്തില്ലേ, അതുപോലെ ഭയങ്കര കെയറോട് കൂടിയാട്ടോ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നട്ട് വളർത്തി അവർ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഭയങ്കര രസം അത് കാണാനായിട്ട്. കൂടുതൽ ആൾക്കാർ ഇവിടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നി. കാരണം എബോ 60 ഇയേഴ്സ് ഉള്ള ആൾക്കാരെയാണ് കൂടുതലും കണ്ട. ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ അവർ ഇവിടെ അതായത് ഒരു ദിവസം ഭൂരിഭാഗം സമയം ഇവിടെ അവർ സ്പെൻഡ് ചെയ്യുന്നത്. ചിലവരൊക്കെ ചെറിയ ഷെഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവർക്ക് അലോട്ട് ചെയ്തേക്കണ സ്ഥലത്ത്. അവിടെ തന്നെ അവർ ചെറിയ കിച്ചണൊക്കെ പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ കുക്കൊക്കെ ചെയ്ത് അവരുടെ ഒരു ലോകത്ത് അവർ ജീവിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് സുദീപേട്ടനെ പരിചയപ്പെടുത്തി തരാം. ചേട്ടനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങിയേക്കുന്ന. കണ്ടിട്ട് നല്ല വിളവെടുപ്പൊക്കെ എടുത്തത് ലക്ഷണം ഉണ്ടല്ലോ. വിളവെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ ലേറ്റ് ആയി വരാനായിട്ട്. അതെ ലേറ്റ് ആയി, കുഴപ്പമില്ല. എന്നാലും ഉണ്ട് ഇനി ഓരോ ഫീൽഡുകളിലൊക്കെ ഇപ്പോഴും വിളവൊക്കെ. ഇതിപ്പോ കുറച്ച് നാളായോ ചേട്ടനെ എടുത്തിട്ട്? ഞാനിപ്പോൾ എടുത്തിട്ട് ഇതെന്റെ ആദ്യത്തെ വർഷമാണ്, ആദ്യത്തെ കൃഷിയാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാടെന്ന് പറഞ്ഞാല് ജലോത്സവങ്ങളുടെ നാടെന്ന് അറിയപ്പെടുന്നത്, കൂടാതെ കേരളത്തിന്റെ നെല്ലറ. അപ്പൊ അതിന്റെ ഒരു ഇത് നമ്മുടെ രക്തത്തിലുണ്ട്, ഒരു കുട്ടനാട്ടുകാരൻ എന്നുള്ള ഇത്. നാട്ടിൽ വെച്ച് കൃഷി ഇഷ്ടമായിരുന്നു. ഞാൻ കൃഷി ചെയ്തിട്ടില്ല. എന്നാൽ ഇംഗ്ലണ്ടിൽ വന്ന് നമുക്ക് അതിനൊരു അവസരം ഉണ്ടായി. പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡിലോട്ട് മാറിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ബാങ്കറി എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഗ്രാമപ്രദേശമാണ്, നല്ല വളക്കൂറൊക്കെയുള്ള മണ്ണ്. അവിടെ കൃഷി ചെയ്തു. അവിടെ നമ്മള് വീടിനോട് ചേർന്ന് ഒത്തിരി സ്ഥലമുണ്ട്, കിടപ്പുണ്ട്. അല്ല, പ്ലോട്ടും അല്ല, നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ അതൊരു ഫാം ഏരിയ, ഇതുപോലെ സിറ്റി ഏരിയ അല്ല. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. കുറേ കൃഷികൾ ചെയ്തു, പച്ചക്കറികൾ ചെയ്തു, കൂടാതെ കോഴിയെ വളർത്തി, കാടക്കോഴിയെ വളർത്തി. അന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന്. അപ്പോൾ അവരിതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. കാടക്കോഴിയൊക്കെ നമുക്ക് വീടിനുള്ളിലല്ല, ഷെഡൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒത്തിരി നമുക്കൊരു സ്റ്റോർ ഏരിയ പോലെ ഉണ്ട്. അവിടെയൊക്കെ വളർത്തി നമ്മൾ നല്ല രീതിയിൽ മുട്ടയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മുട്ട തന്നെയല്ല, ഞാൻ കോഴിയെ അടയിരുന്ന് കോഴി വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ലണ്ടൻ ഭാഗത്ത് കുറച്ചുകൂടി ചൂടാണ്, ഇവിടെ തണുപ്പാണ്. ഇവിടെ അതൊക്കെ ബുദ്ധിമുട്ടാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെ വളർത്തുന്ന ഒരു അത്ഭുതമല്ല. പക്ഷെ ഇവിടെ അതൊക്കെ ഒരു നമ്മൾ പല കാര്യങ്ങളും തരണം ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതിനുശേഷം ബാങ്കറി അവിടെ നല്ല രീതിയിൽ ചെയ്ത്, അത് ബ്രിട്ടീഷ് മലയാളിയിലൊക്കെ അതിനെപ്പറ്റി ഒരു വിശദമായ ഒരു ഫീച്ചറൊക്കെ വന്നിരുന്നു, ആ സമയത്ത് വന്നിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് മാറി സിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാമല്ലോ, സിറ്റിയിലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലമേ ഉള്ളൂ, ഗാർഡനേ ഉള്ളൂ. ഇല്ല, പിന്നെ തന്നെയല്ല ആ മണ്ണിന് വലിയ വളക്കൂറില്ലാത്ത മണ്ണാണ്. എന്നാലും ഞാൻ 2-3 വർഷം ഞാൻ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നോക്കി. കാര്യമായ പ്രയോജനം ഇല്ല, മണ്ണൊന്നും വാങ്ങിച്ചില്ല നമ്മള്. അങ്ങനെ അതാ പറഞ്ഞ ആ മണ്ണിനൊന്നും അത്ര ഫെർട്ടൈൽഡ് അല്ല, അതുകൊണ്ട് നല്ല ഒരു ഇത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഇവിടെ UK ഗവൺമെന്റ് മൊത്തത്തിൽ ഈ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്വയം പര്യാപ്തത ആഹാരത്തിൽ, നമുക്കറിയാം നമ്മുടെ ലോക്ക്ഡൌൺ വന്നു, ആരും തുണി വാങ്ങിക്കാൻ ഓടിയതായിട്ട് ഞാൻ അറിഞ്ഞില്ല. മറ്റുള്ള എല്ലാവരും ഓടിയത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് ആഹാരം, അത് നമ്മൾ കൃഷി ചെയ്യണം. നമ്മളല്ലേ ആരെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കഴിക്കുന്നത്. അപ്പൊ ഏറ്റവും മഹത്തായ ഒരു കാര്യം അത് തന്നെ. പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ 3-4 മാസമേ നമുക്കൊന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റിയ നല്ല വെയിലും കാലാവസ്ഥയും കിട്ടുന്നുള്ളൂ. അപ്പൊ അതിനെ ഒരു നല്ല രീതി, പ്രൊഡക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൃഷി ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ തന്നെ എക്സർസൈസ് ശരീരത്തിനും മനസ്സിനും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ട് കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം ഇതൊക്കെ എവിടുന്ന, ഇതൊന്നും നേരെ സൂപ്പർ മാർക്കറ്റിൽ വരുന്നതല്ല സാധനം, ഇതൊക്കെ മണ്ണിൽ നിന്നാണ് വിളഞ്ഞു വരുന്നത്. ഏറ്റവും അതെ തീർച്ചയായിട്ടും. എന്റെ മക്കള് അവരിപ്പം ടീനേജ് ബോയ്സ് ആയെങ്കിലും അവർ എന്റെ കൂടെ വരാറുണ്ട് ഇടയ്ക്ക്. അതുപോലെ ബിജിലി വൈഫും ഒക്കെ വരുന്ന ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് അവധി കിട്ടുമ്പോഴും ഒരു നല്ലൊരു ഇതാണ്. നമുക്ക് ഇവിടെ ലിമിറ്റഡ് വെജിറ്റബിൾസ് അല്ല ഇവിടെ ഗ്രോ ചെയ്യും, നാട്ടിലെ പോലെ അല്ലല്ലോ. നാട്ടിലെ പോലെ അല്ല, തന്നെയല്ല ഇവിടെ സീസൺ ഉണ്ട്. നമുക്ക് നാട്ടിൽ എന്തും ചെയ്യാം എപ്പോഴും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഏപ്രിൽ ഒരു 4 മാസം 5 മാസം കട്ടിച്ച് ഇവിടെ ചൂടുള്ളൂ, നല്ല രീതിയിൽ ചൂട് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പച്ചക്കറികൾ വളർന്നു വരുത്തുള്ളൂ. അപ്പം ഈ വർഷം ഞാൻ ഇച്ചിരി ലേറ്റായി പോയി തുടങ്ങാൻ വേണ്ടി, ലോക്ക്ഡൌണും മറ്റു പല കാരണങ്ങളാലും ഇച്ചിരി ലേറ്റായിട്ട് തുടങ്ങിയത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഇതാണ്ട് ഇപ്പം കൗർജറ്റൊക്കെ പറിക്കാൻ റെഡിയായിട്ട് കിടക്കുവാണ്. ഞാനത് പറിക്കുക. ഏകദേശം കണ്ടിട്ട് ഒരു 2 കിലോയ്ക്ക് അടുത്ത് ഇതിന്റെ തൂക്കം ഉണ്ട് ഉറപ്പായിട്ടും. ഇത് കടയിൽ നിന്ന് ഇത്ര വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കൗർജറ്റ് എന്ന് പറയുന്നത് ഇത് ഏകദേശം നമ്മുടെ വെള്ളരിയുടെ ഒരു ഇതുണ്ട്, ലുക്കൊക്കെ ഉണ്ട് വെള്ളരിയുടെ. നമുക്കിത് ഇവർ ഉപയോഗിക്കുന്നത് സൂപ്പിനായിട്ട് ഉപയോഗിക്കും. ഇത് കൗർജറ്റ് സൂപ്പ് നല്ല ഇതാണ്, കൗർജറ്റ് സൂപ്പ് ഉപയോഗിക്കാം.
നമുക്കിതിനെ തോരനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അവിയലെ സാമ്പാറിനൊക്കെ ആഡ് ചെയ്യാം. മോരുകറി നല്ലതാട്ടോ ഇത് വെച്ചിട്ട്. ആ മോര് അത് തന്നെ നമ്മുടെ ഏകദേശം വെള്ളരിയുടെ ഒരു ഇതുണ്ട്, ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിന്. അപ്പൊ ഞാനോർത്ത് കൃഷി ചെയ്യണമെങ്കിൽ എന്താ ഏകദേശം ഒരു നല്ല തൂക്കമുള്ളവരാണ്. ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത് അത്ര പോരാ ആയിട്ടില്ല. കടയിലൊക്കെ കിട്ടുന്ന ഏകദേശം ഈ വലിപ്പത്തിലാണ് കടയിലൊക്കെ കിട്ടുന്നത്. ഈ വലിപ്പത്തിൽ അവർ പറിക്കാറുണ്ട്. പിന്നെ അവിടെ ബീട്രൂട്ട് ഒക്കെ ആയിരുന്നല്ലേ? ബീട്രൂട്ട്, ക്യാരറ്റ് അതൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് പൊട്ടറ്റോ വിളവെടുക്കാൻ റെഡി ആയിട്ട് കിടക്കുന്നു, അതിനെ എടുക്കണം. ഇതിന്റെ പണികളൊക്കെ ഞാനും എന്റെ അളിയനോട് കൂടിയാണ് ചെയ്തത്. അപ്പൊ ഇത് എങ്ങനെയാ കിട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ UK ഗവൺമെന്റിന്റെ സൈറ്റില് അലോട്ട്മെന്റ് സൈറ്റില് ഓരോ കൗൺസിലിനും അലോട്ട്മെന്റുകളുണ്ട്. അതെ, നമ്മൾ അബഡീൻ സിറ്റിയുടെ അലോട്ട്മെന്റ് സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് എനിക്കൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അലോട്ട്മെന്റ് വന്നു. ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വലിയ സൈറ്റിന് ഏകദേശം ഒരു 250 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു സൈറ്റിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നമ്മുടെ നാട് പോലെ ഇവിടെ എല്ലാവർക്കും കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് വളരെയധികം. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ചെയ്യുന്ന 60 വയസ്സിന് മുകളിൽ റിട്ടയർഡ് ലൈഫ് ഉള്ളവർ ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഒരു 40% ചെറുപ്പക്കാർ തന്നെ ഇവിടെ ഞാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. 40% ചെറുപ്പക്കാർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് പ്ലോട്ട് അലോട്ട് ചെയ്യുന്നത്? ഒരു ക്രൈറ്റീരിയ ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള സൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ വേക്കൻസി അനുസരിച്ച്, കാരണം ഇതിനുവേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റ്, വലിയ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. ആദ്യം ചിലപ്പോൾ നമുക്ക് ചെറിയ അതുപോലെ ചെറിയ സൈറ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് തരുന്നത്. ഇത് എനിക്ക് കിട്ടിയേക്കുന്ന മൈക്രോ പ്ലോട്ട് എന്ന് പറയും, ഏറ്റവും ചെറിയ പ്ലോട്ടാണ്. എന്നാലും അത് 50 സ്ക്വയർ മീറ്റർ ഉണ്ട്. നമുക്ക് ധാരാളം നമുക്ക് ഒരു 3-4 മാസത്തേക്കുള്ള പച്ചക്കറികൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനെല്ലാം അരിയാണ് വാങ്ങിച്ചത്, എല്ലാത്തിൻ്റെ അരിയാണ്. ബീറ്റ്റൂട്ടിന്റെ അരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇറക്കും. ബീറ്റ്റൂട്ടിന് അരി ഉണ്ടോ എന്ന് ഞാനും അത്ഭുതപ്പെട്ടു. ബീറ്റ്റൂട്ടിന്റെ അരി ഒരു കടുകിന്റെ അരിയുടെ അത്രയും വലിപ്പമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ കണ്ടൊരു അനുഭവമാണ് നമുക്ക്. ഞാൻ വീട്ടിൽ വന്ന് മുളപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് പാകുമായിരുന്നു. അത് ക്യാരറ്റും അതുപോലെ തന്നെ. പിന്നെ ഞാൻ കുറച്ച് ബ്രോക്കോളി, അതുപോലെ പൊട്ടറ്റോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ നമുക്ക് ആവശ്യമുള്ള പൊട്ടറ്റോയെ, അങ്ങനെ എല്ലാം തന്നെ നമ്മളിത് ചെയ്തു. കുഴപ്പമില്ല. ഇനിയും അടുത്ത വർഷം വലിയ പ്ലോട്ട് കിട്ടിയാൽ അവിടെ കൂടുതൽ ഇതായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ ചെയ്തു, നന്നായിട്ട് ചെയ്തു. ഇപ്പൊ ഇത് അറിഞ്ഞ് കുറച്ച് മലയാളികളും നമുക്ക് സന്തോഷമുണ്ട്. കുറച്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി നല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. എന്നോട് ബിജിലി പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ തോന്നി ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുത്ത് നോക്കാം. ഇത് പലർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളിത് എടുത്തതിന് ശേഷമാണ് പലരും അറിഞ്ഞ് നല്ല ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളികൾ എന്ന് പറഞ്ഞാൽ മണ്ണിനെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്, അല്ലെ കർഷക ഇതിലൂടെ ഒത്തിരി ബഹുമാനമൊക്കെ ഉള്ള ഒരാളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ മലയാളികൾ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ചെറിയൊരു നിസ്സാര പൈസ കൊടുത്താൽ മതി ഒരു വർഷത്തേക്ക്. ഇത് ഓരോ സൈറ്റിന്റെ സൈസ് അനുസരിച്ചാണ്. ഏകദേശം ഏറ്റവും കൂടിയ സൈറ്റിന് 80 പൗണ്ടേ ആകുന്നുള്ളൂ, 80 പൗണ്ട്. നമ്മുടെ സെന്റ് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 4 സെന്റ് 5 സെന്റ് സ്ഥലമുണ്ട്, 4-5 സെന്റ് സ്ഥലമുണ്ട്. അത്ര ഇത് ചെയ്യുന്ന ഗവൺമെന്റ്. ഏറ്റവും കുഞ്ഞു പ്ലോട്ടിന് എത്രയായിരിക്കും? നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 13-14 പൗണ്ടേ ആവുന്നു ഒരു വർഷത്തേക്ക്. അത് നമുക്ക് ഏത് സമയത്ത് വേണം നമുക്ക് കൃഷിയൊന്നും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സമ്മറിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ വിന്റർ വെജിറ്റബിൾ ഉണ്ട്. വിന്റർ ക്രോപ്സ് കുറവാണ്. ഉണ്ട് ടെർണിപ്പ്, പാഴ്സിനിപ്പ്, അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല. അല്ലാത്തല്ല സമ്മർ വെജിറ്റബിൾ ഒക്കെ അതിനൊരു ടൈം പ്രശ്നമാണ്. നമ്മൾ ആ സമ്മറിൽ തന്നെ ഇതൊക്കെ ചെയ്യണം. ഇവിടെ ഗവൺമെന്റ് ഇവിടെ നനയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ കമ്പോസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിസ്സാര പൈസ, അവര് പൈസ അല്ല ആക്ച്വലി നമ്മളെ എൻകറേജ് ചെയ്യണം. വേണ്ട പൈസ അതിവിടെ കിടപ്പുണ്ട്. നമുക്ക് അതിനുള്ള മനസ്സ് മാത്രം മതി. നമ്മൾ വരിക, ആരോഗ്യമുള്ളവരെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇതെല്ലാം ഇവിടെ ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്. നമുക്കൊരു മനസ്സുണ്ടാകണം, നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നമ്മുടെ ഇത് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് സൈറ്റ് കിട്ടുമ്പോൾ നമ്മളൊന്നും ചെയ്താൽ മതി. വളരെ ഇതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഈ വരുന്നത് കണ്ടെങ്കിൽ ഏറ്റവും അത്ഭുതപ്പെട്ട ഇവിടെ ഒരു രാവിലെ വന്നിട്ട് വൈകിട്ട് ഇവിടെ രാത്രിയിലൊക്കെ ഇവിടുന്ന് പോകുന്നത് 8-9 മണിക്ക് ഞാൻ വരുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്. അവർ ഡെഡിക്കേറ്റഡ്. അവർക്ക് അവിടെ ഷെഡൊക്കെ ഉണ്ട്, ഗ്രീൻ ഹൗസ് ഉള്ളവരുണ്ട്. അവരവിടെ രാവിലെ മുതൽ താമസിച്ചിട്ട് ആഹാരമൊക്കെ കഴിച്ച് അവർക്കതൊരു എൻജോയ്മെന്റും കൂടിയാണ്. പൊട്ടറ്റോ പറഞ്ഞാൽ പറിച്ച് കാണിച്ചു തരാം. പൊട്ടറ്റോ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതുവരെ പൊട്ടറ്റോ പറിച്ചില്ല, നമുക്ക് നോക്കാം. നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ലൂക്കാച്ചൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ അല്ലേ പൊട്ടറ്റോ പറിക്കാനായിട്ട്? ഹെൽപ്പ് ചെയ്യുമോ? കണ്ടോ ലൂക്കാച്ച, ഇങ്ങനെയാണ് പൊട്ടറ്റോ കിട്ടുന്നത്. കണ്ടോ ഉണ്ടോ? ഇത് പൊട്ടറ്റോ പ്ലാന്റ് ആണോ ലൂക്ക? നമ്മളിത് കഴുകി വൃത്തിയാക്കി അല്ലേ ലൂക്കാച്ച? ഇത് ചെറിയ പൊട്ടറ്റോ ആണോ? ഇത് ചെറുതാ. ഞാൻ എങ്ങനെ വാങ്ങിച്ചതാ വിത്ത്. ഇത് അങ്ങനത്തെ ടൈപ്പ് വലിയ പൊട്ടറ്റോ, ബേക്ക്ഡ് പൊട്ടറ്റോ. ബേക്ക്ഡ് പൊട്ടറ്റോ പറയാൻ പറ്റില്ല. ബേക്ക്ഡ് പൊട്ടറ്റോ ചൂട് എഴുതാറുണ്ട്. മോനെ കൈ എടുക്കാം, പറിക്കും.
ശരിക്കും നമ്മുടെ ബിസി ലൈഫിൽ കുറച്ച് സമയം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് നല്ല കാര്യമല്ലേ. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം, അതുപോലെ തന്നെ ബോഡിക്ക് നല്ലൊരു എക്സസൈസാണ്, മൈൻഡിന് നല്ലൊരു റിലാക്സേഷനാണ്, എന്തെല്ലാം ബെനിഫിറ്റുകളാണ്. ഇത് കണ്ടോ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്, മധുരക്കിഴങ്ങ്. കുറേ വെജിറ്റബിൾസിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല, കാരണം ഇവിടെ കൂടുതലായിട്ടും കോമൺ ആയിട്ട് കാണുന്ന ഇവിടുത്തെ ഡിഷസിലിടുന്ന വെജിറ്റബിൾസാണ്. കുറേയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തണ്ണിമത്തൻ, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, അങ്ങനത്തെ കുറച്ച് കോമൺ വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, തക്കാളി, അതിനൊക്കെ കുറച്ച് ചൂട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലായിട്ട് അവർ അത് നട്ട് വളർത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു അലോട്ട്മെൻറ്റ് ഏരിയ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവരെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഒത്തിരി വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ. ഇതവർ പറഞ്ഞത് ചോക്ലേറ്റ് മിൻ്റ് എന്നാ. ചായയിലൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നു, ചോക്ലേറ്റിൻ്റെ തനി ഫ്ലേവർ കിട്ടുന്ന. ഞങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഞങ്ങൾക്കിതൊരു പുതിയ അറിവായിരുന്നു. ഇതും ഒരു പ്ലോട്ടാണ്. എന്ത് രസമായിട്ട് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തേക്കണേ നോക്കിക്ക്. ഇവിടെ അധികം വെജിറ്റബിൾസ് ഒന്നും കാണാനില്ല കേട്ടോ, കൂടുതലും ഫ്രൂട്ട്സ് ആണ്. ആപ്പിളിൻ്റെ, പ്ലം, പിന്നെ ഓറഞ്ച്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മരങ്ങളാണ് ഈ പ്ലോട്ടിൽ കൂടുതലും കാണുന്നത്. നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. Beans, and then the trees at the back you can see are full of apples and plums. There are loads of plums. How is the harvesting this time? Is it very good? Very good this year, yeah, with the all the sun we've had, and that's done it really good. But it was very dry earlier on, so we're here forever watering. Okay. Do you have any menace like rabbits or deer? Some Yes, people all are saying. that. Yeah, we've had deer in here. Oh. In the spring, you see the hoof marks in the soil for the deer. They come right over the fence from the railway line. So is that because of that you have like big fences and all too? You can't stop them. I think if deer want to come in, It they won't co- prevent they them. come in. Yeah. And I saw some rabbits have been in the other day, and there's some mice eating my courgettes at the moment. So you see the courgettes are all eaten. Okay. That's the way it goes. Yeah. There's plenty for everybody. Yeah. Plenty for the mice, plenty for the deer, plenty for the rabbits. Yeah, rest of them we are taking. നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് ബ്രയാനാണേ. നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു, പക്ഷേ എല്ലാം നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ബ്രയാൻ്റെ വണ്ടിയാണ്. ബ്രയാൻ ലുക്കാച്ചിന് ഈ വണ്ടി ഒത്തിരി ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അവനെ അവിടെ കയറ്റി ഇരുത്തിയിട്ട് കളിപ്പിക്കുക. ബ്രയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ക്രോപ്സ് റാബിറ്റും ഡിയറും അതുപോലെ തന്നെ പക്ഷികളൊക്കെ വന്ന് കുറേയൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട്, കുറേയൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും നെറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പ്രകൃതിയുടെ ആൾക്കാരല്ലേ, അവർക്കും അവരുടേതായ ഷെയർ കിട്ടണ്ടേന്ന്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ. Do you
apply any pesticides or anything? No. Just organic, everything. Yeah. Yeah. So you buy compost from the Manure, I buy manure. I bought it quite a few years ago and have a large pile of cow manure. Okay. But you do need manure if you want to get a good crop. So what kind of vegetables you mainly have? Like Well, it's like it seems to me like most of them are quite new, so I don't know most of its names and all. Okay, well, So what's this? these Okay. are swades. They're a sort of winter turnip, you could say. Winter turnips. Okay. Yeah. So at what time we will harvest this one? Yes, I mean they're ready now, and there's an unusual problem with these. They look as if they've swollen too large and burst in the root. So, Okay. and also they're a different colour from normal. But anyway, that's a swade. What's this kind? This is kind a of climber? this is a runner bean, Runner bean. Oh yeah. and I think you can see them here. You can see the beans Okay, there. okay. Yeah. Yes. It's like all together in one stem. There's eight plants round about there, but they're supported on canes. Okay. So 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 we'll they're get, very good to eat, delicious. But yeah. the deer like them as well. We also have similar kind of beans in India. Okay. But not the same kind, but kind of similar. Yeah. yes, okay. You eat the whole thing. Yeah. You We hold- will, yeah, we will You make. don't open it up. No, we won't open it up. no, We'll use it in curries and all. Yeah. Yeah. So what's that thing that leaves? This is carrot, Carrot. Okay. but it's got a mesh over it to stop the carrot fly attacking the carrot. Carrot fly. Yes. Okay. So So they're covered in a mesh to stop and the rabbits too. The rabbits will come and. The rabbits won't bother this so much, but the rabbits would eat things Is like this the a brassica. This is a brassica. I think it's a cauliflower. cauliflower? Yeah. Cauliflower or a late cabbage, one of the two. I think it's cauliflower. Cauliflower. Okay. So, So you have loads of varieties here. pardon? Loads of varieties of vegetables Yeah, here. well, I always have. You have the different groups, Different the groups. legumes, the peas and beans, the brassicas. So thank you so much for this valuable information, Stuart. Thank you so much. You're very welcome, and you should make sure you come back more often and enjoy the space here. Yeah, we would like It's to visit the other areas It's also. a super site. Yeah, we'll have a look. And I can tell you that the BBC come here as well to do interviews. Oh, So really? maybe you're challenging them. Thank you. Anyway. Okay. Have a nice day. മെയിൻ കാര്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഇറങ്ങിത്തിരിക്കാവൂ. കാരണം ഒന്ന് ഒരാളുടെ ചാൻസ് നമ്മൾ കളയുവാണ്. ഇത് ലോങ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് നമുക്കൊരു പ്ലോട്ട് കിട്ടുന്നത്. നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നല്ല പണിയുണ്ട്. നോ ഗെയിൻ വിത്തൗട്ട് എനി പെയിൻ എന്നല്ലേ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് കിട്ടുന്ന പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ തരിശ് ഭൂമിയായിട്ട് എടുക്കുന്ന സാധനമാണ്. അത് നമ്മൾ ആദ്യം തന്നെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഒക്കെ നോക്കി pH സ്കെയിലൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് മാനുവറൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതനുസരിച്ച് നമ്മൾ ക്രോപ്സ് നട്ട് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമ വേണം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ചെയ്യാവൂ. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഇവിടെ തന്നെ ഞങ്ങൾ 2-3 പ്ലോട്ടുകൾ കണ്ടു ചുമ്മാ അങ്ങനെ കാട് പിടിച്ചോണം കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പ്ലോട്ടുകൾ. അപ്പം നമ്മളുടെ പ്ലോട്ട് അതിൻ്റെ തൊട്ടടുത്തുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കാട് പിടിച്ചിട്ടേക്കുവാണെങ്കിൽ എന്ത് വൃത്തികേടാണ്. നമുക്ക് ഇങ്ങനത്തെ പ്ലോട്ടിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ സമയവും കുറച്ച് കുറവാണെങ്കിൽ നമ്മളപ്പോൾ സീസണൽ പ്ലാന്റ്സ് വെക്കാതെ പെരിനിയൽ പ്ലാന്റ്സ് നോക്കിയിട്ട് വെച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മതിയല്ലോ. എല്ലാ വർഷവും ഇങ്ങനെ പുതിയ ചെടികൾ മാറ്റി വെക്കണ്ടല്ലോ. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ആഴ്ചയിൽ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ തുടക്കത്തെ 2-3 ആഴ്ച നമ്മൾ നന്നായിട്ട് മെനക്കെടേണ്ടി വരും. അത് കഴിഞ്ഞ് വീക്കിലി 2 to 3 hours നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. എല്ലാം നമ്മുടെ ടൈമും ഡെഡിക്കേഷനൊക്കെ പോലെ ഇരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു സോ